ഇപ്പോൾ BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ മാധ്യമങ്ങളെ കാണുന്നു തത്സമയം. അസംബ്ലി പാസ് ചെയ്ത നിയമങ്ങളുണ്ട്. അപ്പോൾ അതിനെല്ലാം മനസ്സിലാക്കി കുറച്ച് സെൻസിറ്റീവായിട്ട് ഇത് കാണണം, സെൻസിറ്റീവായിട്ട് ഒരു ബിഹേവിയർ ചെയ്യണം. ഞാൻ ഇന്നലെ തന്നെ അഭ്യർത്ഥിച്ചതാണ്. പക്ഷേ രാഷ്ട്രീയക്കാർ പിന്നെ അവരെ രാഷ്ട്രീയം നിർത്തേണ്ട ഒരു രീതി നമുക്ക് എന്താണ്, അവരുടെ ഒരു എക്സ്പെക്ടേഷൻ ഇല്ല എന്ന് അത് മാറ്റി വെച്ചോളൂ. അപ്പോൾ ഇന്നലെ തന്ന ഉറപ്പും ഇന്നലെ തന്ന ആ കോൺഫിഡൻസോട് ഇപ്പോൾ പിതാവിനോട് അത് ഇൻഫോം ചെയ്യാനാണ് വന്നിരിക്കുന്നത്. അത് ഞാൻ മനസ്സിലാക്കുന്നത് ഇനി 1-2 ദിവസത്തിൽ ഇത് ബെയിൽ ജാമ്യം കിട്ടും. സംസ്ഥാന സർക്കാർ അതിനെ ഒപ്പോസ് ചെയ്യില്ല, അതിന് ഉറപ്പ് കിട്ടിയിട്ടുണ്ട്. അതിനുവേണ്ടി എന്താണ് ചെയ്യേണ്ടത് എല്ലാം ഗവൺമെന്റ് ഓഫ് ഇന്ത്യയും സംസ്ഥാന സർക്കാർ ചെയ്യുമെന്ന് എനിക്ക് ഉറപ്പ് ഇന്നലെ പ്രധാനമന്ത്രിയും ഹോം മിനിസ്റ്ററും തന്നിട്ടുണ്ട്. അത് ഇൻഫോം ചെയ്യാനാണ് ഞാൻ ഇന്ന് ഇവിടെ വന്നിരിക്കുന്നത്. അത് ചെയ്തിട്ട് ഞാൻ മണി തിരുവനന്തപുരം ക്വസ്റ്റ്യൻസ് എന്തെങ്കിലും അല്ല. അല്ല, ഞാൻ പറഞ്ഞില്ലേ ഇന്നലെ തന്നെ അത് ക്ലിയർ ആണ്. കൃത്യമായിട്ട് സംസ്ഥാന സർക്കാർ പറഞ്ഞിട്ടുണ്ട് അവര് ജാമ്യം ഒപ്പോസ് ചെയ്യില്ല, അവര് ഇതിനു വേണ്ടി എല്ലാ സഹായം അവരും തരുന്നു. അത് കൃത്യമായിട്ട് ഇന്നലെ പറഞ്ഞല്ലോ, അത് ഞാൻ പറഞ്ഞല്ലോ. ഞാൻ ഒരു കാര്യം കൃത്യമായി പറയുന്നത്, ഇത് രാഷ്ട്രത്തിന്റെ ഒരു പ്രിസം കൂടെ അല്ല കാണുന്നത്. ഇത് ഏത് മലയാളി ആണെങ്കിലും എവിടെയാണെങ്കിലും ഒരു പ്രശ്നമോ ഒരു കഷ്ടം ഉണ്ടെങ്കിൽ ഞങ്ങളെ വിളിച്ചാൽ ഞങ്ങൾ ഇറങ്ങും, അവരെ സഹായിക്കാൻ ഞങ്ങൾ ഇറങ്ങും. ഇത് എല്ലാം ഞങ്ങൾ പോളിറ്റിക്സ് ആയിട്ട് കാണുന്നില്ല, ഇത് വോട്ട് ബാങ്കോ അങ്ങനെ എന്താ ഞങ്ങൾ അങ്ങനെ കാണുന്നില്ല. എന്നെ 3 ദിവസം മുമ്പ് വിളിച്ചു, ഞാൻ ഇറങ്ങി. അന്ന് എന്നെ അനൂപിനെയും ഷോൺ ജോർജിനെ അയക്കാൻ ഞാനൊരു പ്ലാൻ ഉണ്ടാക്കി. അവിടെ പോയി പിന്നെ അവിടുത്തെ സംസ്ഥാന സർക്കാരിന്റെ മിനിസ്റ്റേഴ്സിന്റെ ഒപ്പം ഞാൻ അന്ന് തന്നെ സംസാരിച്ചു. അവിടുത്തെ ഹോം മിനിസ്റ്റർ, അവിടുത്തെ BJP പ്രസിഡന്റ്, അവരെല്ലാം സംസാരിച്ചു. അവരെല്ലാം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തു. ഇത് നിങ്ങളുടെ നിയമമായിരിക്കും, പക്ഷേ ഇവര് കുറച്ചൊരു പ്രൊസീജിയറൽ ലാപ്സിൽ പെട്ട് 2 നിരപരാധിയായ കന്യാസ്ത്രീകളാണെന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തു. അത് മിനിഞ്ഞാന്ന് ഞാൻ ഡൽഹിയിൽ പ്രസ് കോൺഫറൻസ് ചെയ്തപ്പോൾ അതന്നെ പറഞ്ഞു. അല്ല, രാജ്യദ്രോഹ കുറ്റമൊന്നും ആരും ഫയൽ ചെയ്തിട്ടില്ല. ഇത് ഇന്നലെ ആ ഒരു സെഷൻസ് കോർട്ട് ഞങ്ങളുടെ ജൂറിസ്ഡിക്ഷൻ അല്ല, ഈ കോർട്ടിന്റെ ജൂറിസ്ഡിക്ഷൻ അല്ല, അത് NI കോർട്ടിന്റെ ജൂറിസ്ഡിക്ഷൻ ആണെന്ന് പറഞ്ഞത് ജഡ്ജാണ് പറഞ്ഞത്. ഇത് പോലീസൊന്നും ഫയൽ ചെയ്തിട്ടില്ല. പോലീസ് ഫയൽ ചെയ്ത കേസ് എല്ലാം പ്രിവെൻഷൻ ഓഫ് പ്രൈവറ്റ് പ്ലേസ്മെന്റ് ഏജൻസീസ് ആക്ട് റെഗുലേഷൻ, അതിന്റെ എതിരെ, അതൊരു ട്രാഫിക്കിന്റെ ഒരു നിയമമാണ്, 2013 പാസ് ചെയ്ത ഒരു ലോ ആണ്. പിന്നെ ആന്റി കൺവേർഷൻ 1967 പാസ് ചെയ്ത ഒരു ലോ, അതിന്റെ കീഴിലാണ് അവർ ഫയൽ ചെയ്ത ചാർജസ്. 1967 BJP ഉണ്ടായിരുന്നില്ലല്ലോ, അതവിടെ ഛത്തീസ്ഗഡ് പാസ് ചെയ്ത ലോ അല്ലേ. അതാണ് ഞാൻ പറഞ്ഞത്. ഇന്നലെയും പറഞ്ഞു, കുറച്ച് സെൻസിറ്റീവായിട്ട് ഇതെല്ലാം നോക്കണം. ഇവിടെ എല്ലാ രാഷ്ട്രീയം എന്ന ഒരു 24/7 ചെയ്യുന്ന ചാനലല്ല, 24/7 ചെയ്യുന്ന ഒരു ബാക്ക്ഗ്രൗണ്ടിൽ ഇതൊരു സെൻസിറ്റീവ് ഇഷ്യൂ ആണ്. അതിന് അങ്ങനെ നോക്കി കണ്ട് മനസ്സിലാക്കി നൺസിന്, ഈ കന്യാസ്ത്രീകളെ അവരുടെ ഒരു വിഷമോ അവരുടെ ഒരു ജാമ്യമാണ് ഏറ്റവും പ്രധാനമെന്ന് മനസ്സിലാക്കണ്ടേ. അതല്ലാണ്ട് ഇങ്ങനെ ചിലവരിങ്ങനെ അവിടെ പോയി ഡ്രാമ ചെയ്യുമ്പോൾ ജഡ്ജ്, എനിക്കറിയില്ല എന്ത് കാരണമാണ് ജഡ്ജ് അത് ചെയ്തത്. അത് എല്ലാവർക്കും ഒരു മിസ്റ്ററിയാണ്. അതിനെക്കുറിച്ച് ഞാൻ വലിയ അനലൈസ് ചെയ്യാൻ പോകുന്നില്ല. അല്ല, എതിർക്കില്ല എന്നാണ്. അല്ല, നോക്കൂ, ഞങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം എല്ലാ മലയാളികളുടെ ട്രസ്റ്റ് കിട്ടാനാണ് ഞങ്ങൾ ചെയ്യുന്നത്. ഞങ്ങൾ പ്രവർത്തിക്കുന്നത്, ഞാൻ വന്ന ഉടനെ പറഞ്ഞ ഒരു ലൈൻ മുമ്പോട്ട് വെച്ചല്ലോ, എല്ലാവരോടൊപ്പം എല്ലാവർക്കും വേണ്ടി പ്രവർത്തിക്കുന്ന പാർട്ടിയാണ് BJP. അത് ഞങ്ങൾ വിശ്വസിക്കുന്ന പാർട്ടിയാണ്, അതിൽ വിശ്വസിക്കുന്ന ഒരു പാർട്ടിയാണ്. അതുകൊണ്ട് ഞാനിത് ഒരു എക്സാമ്പിളായിട്ട് പറയാം. ഇന്നലെ ഞാൻ പാർലമെന്റിൽ ഇങ്ങനെ നടക്കുമ്പോൾ ഒരു കോൺഗ്രസ് MP എന്നോട് വന്ന് പറയുന്നു, നിങ്ങൾക്കൊരു സെറ്റ് ബാക്ക് അല്ലേ ഇത്. അപ്പോൾ ഞാനിത് കേട്ടപ്പോൾ തന്നെ എനിക്കൊരു സെപ്പറേറ്റ് ഷോക്ക്. അങ്ങനെയാണോ കാണുന്നത്? ഞങ്ങളെ വിളിച്ചു 3 ദിവസം മുമ്പേ, സഹായം വേണം, ഞങ്ങൾ സഹായിക്കാൻ ഇറങ്ങി.
ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഇപ്പോൾ മാധ്യമങ്ങളെ കാണുകയായിരുന്നു.